അപ്പോൾ നമ്മളിന്ന് വീണ്ടും എത്തിയിരിക്കുകയാണ് ഒ.എൻ.വി. സാറിൻ്റെ ഗാനശേഖരത്തിലൂടെ യാത്ര നടത്താൻ. അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ഗാനങ്ങളിലൂടെയുള്ള ആ ഒരു സപര്യ, അദ്ദേഹത്തിൻ്റെ സംഗീത സപര്യയിലൂടെയുള്ള ഒരു യാത്രയാണ് നടത്തുന്നത്. അതിൽ നമ്മളുടെ ഗവേഷണാത്മകമായ കാര്യം എന്താണെന്നറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിൽ പാടുക അല്ലെങ്കിൽ പാട്ട് എന്നുള്ള വാക്ക് അദ്ദേഹം എവിടേക്ക് ഉപയോഗിച്ചിരിക്കുന്നുവെന്നാണ് നമ്മൾ മുൻപുള്ള എല്ലാ സീരീസിലും പറഞ്ഞിട്ടുള്ളത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ചിത്രം ഉൾക്കടൽ. മലയാളത്തിലെ എക്കാലത്തെയും അതിമനോഹരമായ ചിത്രമാണ്. കെ ജോർജ് സാറാണ് അതിൻ്റെ സംവിധായകൻ, ഓണക്കൂർ സാറിൻ്റെ രചനയാണ്. ആ ചിത്രത്തിലെ അതിമനോഹരമായ ഗാനമുണ്ട്. പി ജയചന്ദ്രൻ സാറും സൽമാ ജോർജും കൂടെ ആലപിച്ചിരിക്കുന്ന ശരദിന്ദു മലർദീപ നാളം നീട്ടി സുരഭില യാമങ്ങൾ ശ്രുതി ഇതുവരെ കാണാത്ത കരയിലേക്കോ ഇനിയൊരു ജന്മത്തിൻ കടവിലേക്കോ. ശരദിന്ദു എന്നാണ് പലരും തെറ്റായിട്ട് ശരബിന്ദു എന്ന് പറയും. ശരത്കാലത്തെ ഇന്ദു ചേർത്താണ് ശരദിന്ദു എന്നാണ് സമസ്ത പ്രയോഗം ഉപയോഗിച്ചിരിക്കുകയാണ്. ശരദിന്ദു മലർദീപ നാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതിമീട്ടി മധുരമായി പാടി വിളിക്കുന്നു. മധുരമായി പാടി വിളിക്കുന്നു എന്നാണ്. ആ പാടുക അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ വാക്ക് അദ്ദേഹം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ പാടുക അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ വാക്ക് അദ്ദേഹം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. തുടർന്ന് അങ്ങോട്ടുമുണ്ട്. കുരവയും പാട്ടുമായി കൂടെയെത്തും ചിറകാർന്ന സ്വപ്നങ്ങൾ നിങ്ങളാരോ. വീണ്ടും എൻ്റെ ചരണത്തിൽ അനുപല്ലവിലൊക്കെ അതേ വാക്ക് വീണ്ടും ഉപയോഗിച്ചിരിക്കുന്നത്. ഇനിയും നമ്മൾ നടന്നു പോകും അഴിനീള കമ്പള ശ്രുതി നിർത്തും. അവിടെയാണ് കുരവയും പാട്ടുമായി കൂടെയെത്തും ചിറകാർന്ന സ്വപ്നങ്ങൾ നിങ്ങളാരോ. ആ പാട്ട് എന്നുള്ള വാക്ക് അദ്ദേഹത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ല. അദ്ദേഹത്തെ ഒരു എന്താ പറയുക, ഒരു സംഗീതാത്മക ധ്വനി പോലെ ഇങ്ങനെ അദ്ദേഹത്തിൽ തന്നെ സന്നിവേശിപ്പിച്ച് അതിങ്ങനെ യാത്ര തുടരുകയാണ്. ഇതിൽ അതിമനോഹരമായ യേശുദാസ് സാർ പാടിയ ഒരു പാട്ടുണ്ട്. കൃഷ്ണ തുളസി കതിരുകൾ ചൂടിയൊരശ്രു കുടീരം ഞാൻ. കൃഷ്ണ തുളസി കതിരുകൾ ചൂടിയൊരശ്രു കുടീരം ഞാൻ. സപ്തവർണ്ണ ചിറകു കരിഞ്ഞൊരു ചിത്രശലഭം ഞാൻ. എം പി ശ്രീനിവാസ് സാറിൻ്റെ അതിമനോഹരമായ സംഗീതം പറയണ്ടല്ലോ. തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു അനുഗ്രഹീത സംഗീത സംവിധാനമാണ് അദ്ദേഹം. ഇതിൻ്റെ അനുപല്ലവിയിലാണ് നമ്മൾ പറയുന്ന വാക്ക് വരുന്നത്. ആദിവസന്ത സ്മൃതികൾ പൂവിടും ഏതോ ശാഖികളിൽ പാടും കുയിലേ കുയിലേ പാടും കുയിലേ എനിക്കു നീയൊരു വേദന തൻ കനി തന്നു. പാടും കുയിലേ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അതിമനോഹരമായ ചിത്രത്തിലെ ഈ അതിമനോഹരമായ രണ്ട് ഗാനങ്ങളിലും അദ്ദേഹം തൻ്റെ സ്വതസിദ്ധമായ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യാത്ര തുടരുകയാണ്. ഒ.എൻ.വി. സാറിൻ്റെ സംഗീത സാഗരത്തിലൂടെയുള്ള സപര്യ ആയിരക്കണക്കിന് മുത്തുകളും രത്നങ്ങളും കിടക്കുകയാണ്. നമുക്കെല്ലാം ഒരു ദിവസം കൊണ്ട് പറ്റില്ല. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പിറക്കിയെടുത്ത് വീണ്ടും കാണാം.